മണ്ഡലത്തിൽ നടൻ സുധീർ കരമനയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന് അതൃപ്തി. പാർട്ടിയോട് ആലോചിക്കാതെയാണെന്ന് സംസ്ഥാന കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. LDF നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. കോട്ടയത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ തീരുമാനപ്രകാരമാണ് LDFനെ അറിയിച്ചത്. യോഗത്തിൽ ആന്റണി രാജു പങ്കെടുത്തില്ല. ജനാധിപത്യ കേരള കോൺഗ്രസിന് അനുവദിച്ച സീറ്റിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പാർട്ടിക്ക് കഴിയാത്തതിനെ തുടർന്നാണ് പൊതുസമ്മതനെ മത്സരിപ്പിക്കാൻ LDF തീരുമാനിച്ചത്. RJD സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച മുൻ മന്ത്രി V. സുരേന്ദ്രൻപിള്ള രാജി പിൻവലിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് രാജി പിൻവലിച്ചതായി അദ്ദേഹം അറിയിച്ചു. തൊഴിലാളി സംഘടനയായ ജനതാ ലേബർ യൂണിയന്റെ അധ്യക്ഷ പദവിയിൽ നിലവിൽ തുടരുമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. RJDയെ മുന്നണിയിൽ അവഗണിക്കുന്നുവെന്ന് തോന്നൽ കൊണ്ടാണ് രാജിവെച്ചതെന്നും തീരുമാനം തെറ്റായിരുന്നുവെന്നും സുരേന്ദ്രൻപിള്ള വ്യക്തമാക്കി. തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെയാണ് സുരേന്ദ്രൻപിള്ള RJD വിടാനുള്ള തീരുമാനം മാറ്റിയത്. കൊട്ടാരക്കരയിൽ CPMൽ വീണ്ടും പൊട്ടിത്തെറി. മുൻ MLA ഐഷ പോറ്റിക്ക് പിന്നാലെ CI2 നേതാവും കോൺഗ്രസിലെത്തി. CI2 സംസ്ഥാന ജനറൽ കൗൺസിലും കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും അംഗമായ എഴുകോൺ സന്തോഷാണ് പാർട്ടി വിട്ടത്. കശുവണ്ടി മേഖല പുനരുജ്ജീവിപ്പിക്കുന്നതിൽ സർക്കാരിനുണ്ടായ പരാജയവും പാർട്ടിയുടെ നയവ്യതിയാനങ്ങളുമാണ് പാർട്ടി വിടാൻ കാരണമായതായി CPM കരീപ്ര നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ CI2 ജില്ലാ പ്രസിഡന്റുമായിരുന്നു എഴുകോൺ സന്തോഷ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കോഴിക്കോട് കുറ്റ്യാടിയിലെ ഇടത് സ്ഥാനാർത്ഥിക്ക് നേരെ കയ്യേറ്റ ശ്രമമെന്ന് പരാതി. മണിയൂർ തെരുക്ഷേത്ര ഉത്സവത്തിനിടെ വോട്ടർമാരെ കാണാനെത്തിയ KP കുഞ്ഞഹമ്മദ് കുട്ടി MLA ഒരാൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നാണ് പരാതി. MLAയുടെ പരാതിയിൽ മണിയൂർ സ്വദേശി ദിനേശൻ എന്ന ആൾക്കെതിരെ പയ്യോളി പോലീസ് കേസെടുത്തു. സാമൂഹ്യദ്രോഹിയാണ് കയ്യേറ്റ ശ്രമം നടത്തിയതെന്നും പിന്നിൽ UDF ആണെന്ന് സംശയിക്കുന്നുവെന്നും KP കുഞ്ഞഹമ്മദ് MLA ആരോപിച്ചു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് 70 ലക്ഷം രൂപയുടെ സ്വത്ത് അനധികൃതമായി സമ്പാദിച്ചെന്ന കേസിൽ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ശിക്ഷ വിധിച്ചു കോടതി. 3 വർഷം കഠിന തടവും 71 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ PB സൗരഭിനെയാണ് തിരുവനന്തപുരം CBI കോടതി ജഡ്ജി KS രാജീവ് ശിക്ഷിച്ചത്. സ്വത്ത് സമ്പാദനത്തിൽ ഭർത്താവിനെ സഹായിച്ചെന്ന കുറ്റം ആരോപിക്കപ്പെട്ട ഭാര്യ സുരേഖയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി അധിക തടവ് അനുഭവിക്കണമെന്നും വിധിന്യായത്തിൽ പറയുന്നു. കൂടാതെ 71 ലക്ഷം രൂപയ്ക്ക് തുല്യമായ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടുകെട്ടാനും ഉത്തരവുണ്ട്.